നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് CPM അനുഭാവിയായ അല്ലെങ്കിൽ ഇടത് നിരീക്ഷകൻ എന്ന പേരിലൊക്കെ നമ്മൾ ചാനൽ ചർച്ചകളിൽ കണ്ടുകൊണ്ടിരുന്ന റജി ലൂക്കോസ് BJPയിൽ ചേർന്നത്. സത്യത്തിൽ കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ച ഒരു തീരുമാനമായിരുന്നു അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം CPMൻ്റെ നേതാക്കൾക്ക് പുറത്തേക്ക് മുഖം കാണിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ പോലും റജി ലൂക്കോസിനെ പോലെയുള്ള ആളുകൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പാർട്ടിയെ പ്രതിരോധിച്ചതിന് കൈയും കണക്കുമില്ല. ആ രീതിയിൽ BJPയെയും കോൺഗ്രസിനെയും എല്ലാം ശക്തമായി വിമർശിച്ചുകൊണ്ട് ഇടതു പാർട്ടിയെ അല്ലെങ്കിൽ CPMനെ ശക്തമായി പ്രതിരോധിക്കുന്നതിൽ ഈ അടുത്ത കാലത്ത് അതിനൊരു പേരൊക്കെ വന്നിരുന്നു, അതായത് ക്യാപ്സ്യൂൾ. ഇങ്ങനെ ക്യാപ്സ്യൂളുകൾ വാരി വിതറുന്നതിലൊക്കെ അഗ്രഗണ്യനായിരുന്നു റജി ലൂക്കോസ്. എന്നാൽ റജി ലൂക്കോസ് തൻ്റെ പ്രവൃത്തി, താൻ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തി അത് ശരിയല്ല, അത് ജനങ്ങളെ വഞ്ചിക്കലാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഈ പാർട്ടി വിട്ട് എങ്ങോട്ടേക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹം BJPയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന അജണ്ടയിൽ ആകൃഷ്ടനായി അദ്ദേഹം BJPയിലേക്ക് വരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നു. പിന്നീട് അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ റജി ലൂക്കോസിന് അമിത്ഷാ തന്നെ നേരിട്ട് പാർട്ടിയിലേക്ക് സ്വാഗതം നൽകുന്നത് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതായത് കാൽനൂറ്റാണ്ടിലധികമായി CPM എന്ന പാർട്ടിക്ക് വേണ്ടി ഈ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പ്രതിരോധം തീർത്ത ചാനൽ ചർച്ചകളിൽ അവർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന ആ റജി ലൂക്കോസ് എന്ന വ്യക്തിത്വത്തിന് പാർട്ടി അർഹിച്ച പരിഗണന നൽകിയില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹം പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് CPMനെ ഇനിയും എങ്ങനെ ന്യായീകരിക്കും എന്ന അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി കുത്ത്, അതാണ് അദ്ദേഹത്തെ പാർട്ടി വിടാൻ തീരുമാനിച്ചത്. ഇപ്പോൾ റജി ലൂക്കോസിന് പിന്നാലെ BN ഹസ്കർ എന്ന സമാനമായി തന്നെ റജി ലൂക്കോസിന് സമാനമായി തന്നെ CPIMന് വേണ്ടി പ്രതിരോധം തീർത്തുകൊണ്ടിരുന്ന, CPIMന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന, ചാനൽ ചർച്ചകളിലൊക്കെ CPIMനെ വല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന BN ഹസ്കർ എന്ന ഇടതു നിരീക്ഷകൻ കൂടി പാർട്ടി വിടുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ ഇടത് നിരീക്ഷകൻ എന്ന ലേബലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളി നടേശനെയും വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഭീഷണി വരുന്നു, പാർട്ടി നാവടയ്ക്കാൻ പറയുന്നു. ഇടതു നിരീക്ഷകൻ എന്ന ലേബലിൽ ഇനി ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പാർട്ടി നയങ്ങളെയും വിമർശിക്കരുത് എന്ന് പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പോരാടുന്ന സഖാക്കളുടെ പാർട്ടി, അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി 36 വർഷത്തോളം പാർട്ടിയെ പ്രതിരോധിച്ച ഇടതു നിരീക്ഷകൻ എന്ന നിലയിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ച BN ഹസ്കർ എന്ന് പറയുന്ന ഒരു ഇടത് നിരീക്ഷകനോട് അല്ലെങ്കിൽ ഇടത് അനുഭാവിയോട് വായടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൽ മനം നൊന്തുകൊണ്ടാണ്, അതായത് രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിക്കുന്ന ഒരു പാർട്ടിയിൽ ഇനി തുടരാൻ കഴിയില്ല എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് BN ഹസ്കർ പാർട്ടി വിടുന്നത്. അദ്ദേഹം RSPയിലേക്കാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ നിലംപതിക്കും മുമ്പ് ഈ ആടി ഉലയുകയാണ് ഈ കപ്പൽ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഈ കപ്പൽ മുങ്ങിത്താഴുന്നതിന് മുമ്പ് പലരും രക്ഷപ്പെടുന്നുണ്ട്. റജി ലൂക്കോസിൻ്റെ പിന്നാലെ മറ്റൊരു ഇടത് നിരീക്ഷകൻ കൂടി ഇപ്പോൾ CPM വിടുകയാണ്. CPIMൻ്റെ ഞെട്ടൽ അല്ലെങ്കിൽ CPIMന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് മറ്റൊരു ഇടത് നിരീക്ഷകൻ കൂടി പാർട്ടി വിട്ടു പോവുകയാണ്. ഇനി സമാനമായ രീതിയിൽ ധാരാളം പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന് CPM തന്നെ മേൽഘടകങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.